ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റവ ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. റവയും ഒരു കപ്പ് മോരും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. പ്രത്യേകിച്ചും വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഞാൻ ഒരു കപ്പ് നേരിയ റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മോരായതുകൊണ്ട് നമുക്ക് വേറൊന്നും ചേർക്കുന്നില്ല. ഞാൻ മോര് ചേർത്ത് ഇത് ഒരു 20 മിനിറ്റ് സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നോക്ക് റവയൊക്കെ നന്നായി തന്നെ കുതിർന്ന് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോര് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് കുറച്ച് വെള്ളമായി തോന്നും. 20 മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ റവ എടുത്ത് അതേ കപ്പിൽ അരക്കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. കുറേശ്ശെയായി ചേർത്ത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അരക്കപ്പും മുഴുവനായും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചു എടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അടിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ചെറുതായി കട്ട് ചെയ്താലും മതി. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഒരു സവോളയുടെ പകുതി ചെറുതായി മുറിച്ചത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ക്യാപ്സിക്കം, കറിവേപ്പില, മല്ലിയില ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ടോപ്പിങ്ങിനായി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനിത് ചുട്ടെടുക്കാം. അത് ചുടുന്നതിന് മുമ്പ് എപ്പോഴും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് ഒരു തവി ഒഴിച്ച് അധികം പരത്തി കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായി തന്നെ ഫില്ല് ചെയ്യുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ മേലിട്ട് കൊടുക്കണം. എന്നാലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കുമ്പോൾ. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് സമയം വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നന്നായി തന്നെ മൊരിയിച്ചെടുക്കാം. അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. മൊരിയിച്ചിട്ട് വേണമെങ്കിൽ 2 പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും വളരെ ടേസ്റ്റിയാണ്. പിന്നെ 2 സൈഡും മൊരിയിച്ചെടുക്കണം എന്നില്ല, നമുക്ക് തിരിച്ചിടാതെയും ചുട്ടെടുക്കാം. ഞാനിത് അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നതാണ്. ഒരു സൈഡ് മാത്രം മൂടി വെച്ച് വേവിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചുട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു കറി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിന്നറിൻ്റെ റെസിപ്പി ആയിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്